Good morning. +2 മാത്തമാറ്റിക്സിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിലെ 2 പുസ്തകങ്ങളാണുള്ളത്. ഒന്ന് പാർട്ട് 1, മറ്റൊരു പാർട്ട് 2. പാർട്ട് 1-ലെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതിലെ കുറച്ച് കാര്യങ്ങൾ ബേസായിട്ട് നിങ്ങൾ നേരത്തെ ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞു. ഓർഡേർഡ് പെയർ എന്താണെന്ന് പഠിച്ചതാണ്, പാർട്ടീഷൻ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ചു, റിലേഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചത്. നമുക്ക് അതിന് ഓർമ്മയ്ക്കായിട്ട് ഒന്നുകൂടി ഒന്ന് പറയാം. ആദ്യം ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ എന്താ? പെയർ എന്ന് വെച്ചാൽ 2 എണ്ണം. ഓർഡേർഡ് പെയർ പറയാൻ നമുക്ക് 2 എലമെന്റ്സ് വേണം. ഈ 2 എലമെന്റ്സും നമ്മൾ 2 സെറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും 2 സെറ്റുകളാണെങ്കിൽ എയിൽ നിന്നും ഒരു എലമെന്റ് സ്മോൾ എ എടുക്കുന്നു, ബിയിൽ നിന്നും ഒരു എലമെന്റ് സ്മോൾ ബി എടുക്കുന്നു. ഈ 2 എലമെന്റ്സും കോമ ഇട്ട് ബ്രാക്കറ്റിനകത്ത് എഴുതുന്നതിനാണ് ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. എന്താണ് ഓർഡേർഡ് പെയർ? എയിലെ ഒരു എലമെന്റും ബിയിലെ ഒരു എലമെന്റും കോമ ഇട്ട് ബ്രാക്കറ്റിനകത്ത് എഴുതുമ്പോൾ ആ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ചായിരുന്നു. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ട് നമുക്ക് പറയാം. ക്യാപിറ്റൽ എ ഇസ് ഇക്വൽ ടു സെറ്റ് 1 2 3. ക്യാപിറ്റൽ ബി ഇസ് ഇക്വൽ ടു സെറ്റ് 3 4 6. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എയിൽ നിന്നും ബിയിലേക്കും എഴുതാം, തിരിച്ച് ബിയിൽ നിന്നും എയിലേക്കും എഴുതാം. എയിൽ നിന്നും ബിയിലേക്ക് എഴുതുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ നമ്മൾ എ ക്രോസ് ബി എന്ന് വിളിക്കും. ബിയിൽ നിന്ന് എയിലേക്ക് എഴുതുന്നതിനെ ബി ക്രോസ് എ എന്ന് വിളിക്കും. ഇവിടെ നമുക്ക് എ ക്രോസ് ബി എഴുതാം. എ ക്രോസ് ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒരു സെറ്റാണ്. ഇതിനകത്തിലെ എലമെന്റ്സ് എല്ലാം ഓർഡേർഡ് പെയർസ് ആയിരിക്കും. എ ആണ് ഫസ്റ്റ് സെറ്റ്, അതുകൊണ്ട് ഇതിൽ എഴുതാൻ പോകുന്ന ഓർഡേർഡ് പെയർസിന്റെ എല്ലാം ഫസ്റ്റ് എലമെന്റ് എയിലെ എലമെന്റ്സ് ആയിരിക്കണം. സെക്കൻഡ് സെറ്റ് ബി ആയതുകൊണ്ട് സെക്കൻഡ് എലമെന്റ്സ് എല്ലാം ബിയിലെ എലമെന്റ്സ് ആയിരിക്കണം. നമുക്ക് ഫസ്റ്റ് എലമെന്റ് 1 വെച്ചിട്ട് ഏതൊക്കെ ഓർഡേർഡ് പെയർസ് എഴുതാം? 1 3 1 4 1 6. 1 3 1 4 1 6. 1 ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഓർഡേർഡ് പെയർസ് എല്ലാം കഴിഞ്ഞു. അടുത്ത എയിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് നമുക്ക് എയിലെ എലമെന്റ്സ് ആണ് വേണ്ടത്. എയിലെ 2 എടുത്തിട്ട് നമുക്ക് ആരെയൊക്കെ എഴുതാം? 2 3 2 4 2 6. 2 3 2 4 2 6. അടുത്തത് 3, മൂന്നാമത്തെ എലിമെന്റ് 3 ഉപയോഗിച്ച് 3 3 3 4 3 6. ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. ഇനി എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം കൂടി നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, ആ എണ്ണങ്ങളുടെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ആയിരിക്കും എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം. ഇവിടെ നമുക്ക് എയിൽ 3 എലമെന്റ്സ് ഉണ്ട്, ബിയിലും 3 എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 3 × 3 9 എലമെന്റ്സ് ഉണ്ടാവും. 1 2 3 4 5 6 7 8 9. ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? n ഓഫ് എ ഇസ് ഇക്വൽ ടു m. എയിൽ m എലമെന്റ്സ് ഉണ്ട്. n ഓഫ് ബി ഇസ് ഇക്വൽ ടു n. ബിയിൽ n എലമെന്റ്സ് ഉണ്ട്. എങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ പ്രോഡക്റ്റ് m × n ഇസ് ഇക്വൽ ടു mn എലമെന്റ്സ് ഉണ്ടാവും. ഇത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് റിലേഷൻസ് എന്താണെന്നാണ്. റിലേഷൻ എന്ന് പറയുന്നത് ആ വേർഡിന്റെ മീനിങ് ബന്ധം എന്നാണ്. നമ്മൾ 2 ആളുകളെ, ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളിനോട് റിലേറ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ 2 എലമെന്റ്സ് എടുക്കും എന്ന് പറഞ്ഞതുപോലെ, എ ക്രോസ് ബിയുടെ കാര്യം പറഞ്ഞതുപോലെ റിലേഷൻ എന്ന് പറയുന്നത് പറയാനും 2 ആളുകളെ നമുക്ക് വേണം. 2 എലമെന്റ്സ് വെച്ചിട്ടുള്ള ഓർഡേർഡ് പെയർസ് ആണ് റിലേഷനിലും വരുന്ന എലമെന്റ്സ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. എയിൽ നിന്നും ബിയിലേക്ക് നമ്മളൊരു
റിലേഷൻ ഡിഫൈൻ ചെയ്താൽ ആ റിലേഷൻ എക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. റിലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ആർ ആണ്. ആർ ഈസ് ഫ്രം എ ടു ബി എന്ന് എഴുതിയാൽ അതിലെ അർത്ഥം എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന്. ആ റിലേഷൻ ആരായിരിക്കും എന്ന് പഠിച്ചിരിക്കുന്നത്? റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന മറ്റൊരു സെറ്റിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ ആ റിലേഷൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ട് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യും എയിൽ നിന്ന് ബിയിലോട്ട്. ഞാനിവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്. റിലേഷൻ ഈസ് ഫ്രം എ ടു ബി. Capital R is equal to set ordered pair AB such that B is equal to 2A. A element capital A, B element capital B. ഇതാണ് നമ്മുടെ റിലേഷൻ. ഈ റിലേഷന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റിലേഷൻ ഒരു സെറ്റാണ്. റിലേഷനിൽ വരുന്ന എലമെന്റ്സ് മോഡൽ വേർഡ്സ് ആണ്. എന്താണ് കാരണം? റിലേഷൻ എന്ന് പറയുന്നത് എക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. എക്രോസ് ബിയിലെ എല്ലാ എലമെന്റ്സും ഓർഡേഡ് വേർഡ്സ് ആണ്. അതിന്റെ സബ്സെറ്റായ റിലേഷനിലും വരുന്ന എലമെന്റ്സ് എല്ലാം ഓർഡേഡ് പെയർസ് ആയിരിക്കും. ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർഡേഡ് പെയർ എ ബി റിലേഷനിൽ വരണമെങ്കിൽ ബി ഈസ് ഇക്വൽ ടു 2A ആയിരിക്കണം. ബി ആരാണ്? ബി സെക്കൻഡ് എലമെന്റ് ആണ്, എ ഫസ്റ്റ് എലമെന്റ്. ബി ഈസ് ഇക്വൽ ടു 2A എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെക്കൻഡ് എലമെന്റ് ഇവിടെ കിട്ടേണ്ടത്. ഈ റിലേഷനകത്ത് അങ്ങനെയാണ് കിട്ടേണ്ടത്. അങ്ങനെയുള്ള എലമെന്റ്സ് മാത്രമാണ് ഈ റിലേഷനകത്ത് പറയുന്നത്. ഈ ഫോമിൽ എഴുതിയേക്കുന്നതിന് സെറ്റ് ബിൽഡർ ഫോം എന്നാണ് പറയുന്നത്. നമുക്ക് ഇതേ റിലേഷനിൽ തന്നെ റോസ്റ്റർ ഫോമിൽ എഴുതാം. അപ്പൊ ഈ റിലേഷനകത്ത് ഏതൊക്കെ എലമെന്റ്സ് വരുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കണം. നമുക്ക് എയിൽ നിന്നും ബിയിലേക്കാണല്ലോ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സെറ്റാണ് ക്യാപിറ്റൽ എ. ഇതിൽ നിന്നും ഇതിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എലമെന്റ് എടുത്താൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കണം സെക്കൻഡ് എലമെന്റ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഓർഡേഡ് പെയർ 1 വെച്ചിട്ട് എഴുതാനുണ്ടോ എന്ന് നോക്കാം. 1 ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എടുത്താൽ ബി സെക്കൻഡ് എലമെന്റ് 1 × 2 = 2 ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് എലമെന്റ് 1ഉം സെക്കൻഡ് എലമെന്റ് 2ഉം ആയിരിക്കണം. അങ്ങനെ ഒരു ഓർഡേഡ് പെയർ എക്രോസ് ബിയിൽ ഉണ്ടോ എന്ന് നോക്കാം. 1 2 1 2 എന്നൊരു ഓർഡേഡ് പെയർ എക്രോസ് ബി ഇല്ല. അതുകൊണ്ട് 1 വെച്ചിട്ടുള്ള ഒരു ഓർഡേഡ് പെയർ ഈ റിലേഷനകത്ത് നമുക്ക് വരത്തില്ല. അടുത്ത രണ്ടാമത്തെ എലമെന്റ് എടുത്തു 2. 2നെ 2 ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എടുത്താൽ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കണം സെക്കൻഡ് എലമെന്റ്. അപ്പൊ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4. 2 ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ 4 സെക്കൻഡ് എലമെന്റ് ആയിരിക്കണം. അതായത് 2 4 2 4 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഇതിലുണ്ടോ എന്ന് നോക്കി. എക്രോസ് ബിയിലെ 2 4 അതാണ്. ഈ ഓർഡേഡ് പെയർ എവിടെ വരും? നമ്മുടെ റിലേഷനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് 2 4 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഈ റിലേഷനകത്ത് വരും. അടുത്തത് എലമെന്റ് 3 എടുത്തു. എയിലെ 3 എടുത്തു. എയിലെ 3 എടുത്താൽ ബി ആരായിരിക്കണം? സെക്കൻഡ് എലമെന്റ് ബി ആരായിരിക്കണം? 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 2 = 6. ഫസ്റ്റ് എലമെന്റ് 3 ആണെങ്കിൽ സെക്കൻഡ് എലമെന്റ് 6 ആയിരിക്കും. അതായത് 3 6 ഓർഡേഡ് പെയർ ഇതിലുണ്ടോ നോക്കാം. ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ 3 6. അപ്പൊ എ വെച്ചിട്ട് എയിലെ എല്ലാ എലമെന്റ്സും വെച്ചിട്ട് ഈ റിലേഷൻ അനുസരിച്ച് എഴുതാൻ പറ്റുന്ന ഓർഡേഡ് പെയർസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. 1 വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് 1 2 എന്നൊരു ഓർഡേഡ് പെയർ കിട്ടുന്നില്ല. ഈ റിലേഷൻ അനുസരിച്ച് ഫസ്റ്റ് എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കണം സെക്കൻഡ് എലമെന്റ്. അപ്പൊ 1 എടുത്താൽ 1 2 വരണം. 1 2 ഇതിലില്ലാത്തതുകൊണ്ട് നമ്മുടെ റിലേഷനിൽ അങ്ങനെ ഒരു ഓർഡേഡ് പെയർ ഇല്ല. 2 എടുത്താൽ 2 × 2 = 4. 2 4 അതെടുത്തു. 2 4 ആണ് നമ്മുടെ റിലേഷന്റെ ഫസ്റ്റ് എലമെന്റ്. അടുത്ത 3 വെച്ചിട്ട് 3 6 ആണ് നമ്മുടെ റിലേഷന്റെ സെക്കൻഡ് ഓർഡേഡ് പെയർ. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് നമ്മുടെ ഈ റിലേഷന് നമുക്ക് 2 ഓർഡേഡ് പെയർസേ ഉള്ളൂ. ഒന്ന് 2 4, അടുത്തത് 3 6. ഇനി 2 4 ഈ റിലേഷനാണ് നമുക്ക് എങ്ങനെ പറയാം? 2 4 ഓർഡേഡ് പെയർ 2 4 എലമെന്റ് ക്യാപിറ്റൽ ആർ എന്ന് പറയാം. ഇതിന്റെ അർത്ഥം ഈ ഡെഫിനിഷൻ അനുസരിച്ച് 2 ഈസ് റിലേറ്റഡ് ടു 4 എന്ന്. 2 ഈസ് റിലേറ്റഡ് ടു 4 എന്ന് എങ്ങനെ എഴുതാം? 2 capital R 4. ഇതിനെ വായിക്കുന്നത് 2 ഈസ് റിലേറ്റഡ് ടു 4 എന്നാണ്. അടുത്ത 3 6 എലമെന്റ് ഈ റിലേഷന്റെ എലമെന്റ് ആണ് 3 6. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഓർഡേഡ് പെയർ 3 6 എലമെന്റ് ക്യാപിറ്റൽ ആർ. ഇതിന്റെ അർത്ഥം എന്താണ്? 3 ഈസ് റിലേറ്റഡ്
റിലേറ്റഡ് ടു 6. 3 is related to 6 എന്ന് എഴുതാം. 3 ക്യാപിറ്റൽ ആർ 6. ഇതൊക്കെ വായിക്കാൻ ഇതൊക്കെ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. 2 4 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനിലുണ്ട്. then 2 is related to 4. 3 6 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനിലുണ്ട്. therefore 3 is related to 6. ഇനി നമ്മുടെ റിലേഷന്റെ ഡൊമൈനും റേഞ്ചും പഠിച്ചിരുന്നു ഫസ്റ്റ് ഇയറിൽ. ഡൊമൈൻ എന്താ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിലേഷന്റെ കേസിലാണ് ഡൊമൈനും റേഞ്ചും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ. അപ്പോൾ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും ഒക്കെ റിലേഷന്റെ കേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഡൊമൈൻ എന്താണ്? റിലേഷനിൽ പങ്കെടുത്തിട്ടുള്ള ഓർഡേർഡ് പെയർസിന്റെ ഫസ്റ്റ് എലമെന്റ്സിനെ മാത്രം എടുത്തെഴുതുന്ന സെറ്റാണ് ഡൊമൈൻ. അപ്പോൾ ഡൊമൈൻ ഒരു സെറ്റാണ്. ഇതിലെ ഫസ്റ്റ് എലമെന്റ്സ് മാത്രം. ഫസ്റ്റ് എലമെന്റ്സ് ആരൊക്കെയാണ്? 2ഉം 3. 2, 3 സെറ്റ് 2, 3 ആണ് നമ്മുടെ ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ റിലേഷനിൽ പങ്കെടുത്ത ഓർഡേർഡ് പെയർസിന്റെ സെക്കൻഡ് എലമെന്റ്സ് ആരൊക്കെ വരും? സെറ്റ് 4, 6. ഇനി കോഡൊമൈൻ പറയാൻ റിലേഷനിൽ വന്നിരിക്കുന്ന ആളുകളെ ഓർഡേർഡ് പെയർസിന് നോക്കേണ്ട കാര്യമില്ല. റിലേഷൻ ഏത് സെറ്റിൽ നിന്നും ഏത് സെറ്റിലേക്കാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ സെക്കൻഡ് സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ? ഡൊമൈനും റേഞ്ചും കോഡൊമൈനും ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന റിലേഷന്റെ കേസിലാണ്. റിലേഷനിലെ പങ്കെടുത്തിരിക്കുന്ന ഓർഡേർഡ് പെയർസിന്റെ ഫസ്റ്റ് എലമെന്റ്സിനെ എടുത്ത് സെറ്റാക്കി എഴുതുമ്പോൾ അതിനെ ഡൊമൈൻ എന്ന് വിളിക്കും. സെക്കൻഡ് എലമെന്റ്സിനെ എടുത്ത് സെറ്റാക്കി എഴുതുമ്പോൾ അതിനെ റേഞ്ച് എന്ന് വിളിക്കും. ഈ കോഡൊമൈൻ പറയാൻ റിലേഷനിൽ വന്നിരിക്കുന്ന ഓർഡേർഡ് പെയർസ് ആരാണെന്ന് അറിയേണ്ട കാര്യമേ ഇല്ല. കോഡൊമൈൻ എന്ന് പറയുന്നത് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റുകൾ നോക്കുക. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ എയിൽ നിന്ന് ക്യാപിറ്റൽ ബിയിലേക്കാണ്. therefore ബി എന്ന് പറയുന്ന സെക്കൻഡ് സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് നമുക്ക് രണ്ട് സെറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എയിൽ നിന്ന് ബിയിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ എയിൽ നിന്നും എയിലേക്ക് തന്നെ, അതായത് ഒരു സെറ്റിൽ നിന്നും അതേ സെറ്റിലേക്ക് തന്നെ നമുക്ക് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എഴുതുന്നത് റിലേഷൻ ഈസ് ഫ്രം എ ടു എ എന്നാണ്. അപ്പൊ എപ്പോഴും റിലേഷൻ ഈസ് ഫ്രം എ ടു എ എന്നുള്ളിടത്ത് റിലേഷൻ ഈസ് ഫ്രം എ ടു എ എന്ന് എപ്പോഴും പറയില്ല. അവിടെ നമ്മൾ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്, റിലേഷൻ ഓൺ എ എന്നുള്ള ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടാൽ മനസ്സിലാക്കണം. റിലേഷൻ ഈസ് ഫ്രം എ ടു എ. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എയിൽ നിന്നും എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആരുടെ സബ്സെറ്റ് ആയിരിക്കും? ആ റിലേഷൻ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഫസ്റ്റ് ഇയറിലെ റിലേഷൻസിനെ പറ്റി നിങ്ങൾ എന്തറിയാമെന്നുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഈ സെക്കൻഡ് ഇയറിലെ റിലേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. സെക്കൻഡ് ഇയറിൽ ആദ്യം നമുക്ക് റിലേഷൻസിനെ പറ്റി ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് റിലേഷൻസ് പറയുന്നതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചു ഏതൊരു റിലേഷനും എയിൽ നിന്നും എയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ആ റിലേഷൻ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. എയിൽ നിന്നും എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു റിലേഷനും എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും എന്ന് പഠിച്ചു. എ ക്രോസ് എക്ക് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന രണ്ട് സബ്സെറ്റുകളുണ്ട്. അതിലെ ഒരെണ്ണമാണ് നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ്. ഇതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താണെന്ന് അറിയാമോ? എംപ്റ്റി സെറ്റ് എന്ന് പറയുന്ന സെറ്റ് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. എ ക്രോസ് എയുടെ ഏത് സബ്സെറ്റിനെയും നമുക്ക് റിലേഷൻ എന്ന് വിളിക്കാം. അതുകൊണ്ട് നൾ സെറ്റിനെ അല്ലെങ്കിൽ എംപ്റ്റി സെറ്റിനെ നമുക്കൊരു റിലേഷനായിട്ട് കണക്കാക്കാം. അപ്പോൾ നൾ സെറ്റ് നമ്മുടെ ഒരു റിലേഷനാണ്. പക്ഷെ നമുക്കറിയാം നൾ സെറ്റിനകത്ത് ഒരു എലിമെന്റ് പോലും ഇല്ല. അതുകൊണ്ട് നൾ സെറ്റ് ഒരു റിലേഷനായിട്ട് കണക്കാക്കുമ്പോൾ അതിനകത്ത് ഒരു എലിമെന്റും ഇല്ലാത്തത് കൊണ്ട് ഈ റിലേഷനെ നമുക്ക് എംപ്റ്റി റിലേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്? നൾ സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. എ ക്രോസ് എയുടെ ഏത് സബ്സെറ്റിനെയും നമുക്ക് റിലേഷൻ എന്ന് വിളിക്കാം. അതുകൊണ്ട് നൾ സെറ്റ് ഒരു റിലേഷനാണ്. ഈ റിലേഷനകത്ത് ഒരു എലമെന്റ് പോലും ഇല്ലാത്തത് കൊണ്ട് ഈ റിലേഷനെ നമ്മൾ എംപ്റ്റി റിലേഷൻ എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ക്യാപിറ്റൽ എ ഈസ് ഇക്വൽ ടു സെറ്റ് 1 2 3 4 5. നമ്മൾ എയിൽ നിന്നും എയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്.
ആ റിലേഷൻ അനുസരിച്ച് ക്യാപിറ്റൽ ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷന്റെ അർത്ഥം ഒരു ഓർഡേർഡ് പെയർ എ ബി ഈ റിലേഷനിൽ വരണമെങ്കിൽ ആ എയും ബിയും ഫസ്റ്റ് എലിമെന്റും സെക്കൻഡ് എലിമെന്റും തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് 10നേക്കാളും കൂടുതലായിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് 1 2 3 4 5 ആണ്. ഇതിലെ ഏത് രണ്ട് എലിമെന്റ് തമ്മിൽ കുറച്ചാലും ആ ഡിഫറൻസ് 10നേക്കാളും കൂടത്തില്ല. ഏത് നമ്പർ വേണമെങ്കിലും എടുത്ത് നോക്കൂ. 1ഉം 1ഉം കൂടെ ഉള്ള ഡിഫറൻസ് 0, 1ഉം 2ഉം കൂടെ എടുത്താൽ 1, 1ഉം 3ഉം കൂടെ എടുത്താൽ 2, 1ഉം 4ഉം കൂടി എടുത്താൽ 3, 1ഉം 5ഉം കൂടി എടുത്താൽ 4. അങ്ങനെ ഏത് നമ്പേഴ്സ് തമ്മിൽ എടുത്തു പരസ്പരം ഉള്ള ഡിഫറൻസിന്റെ മോഡുലസ് ഒരിക്കലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആവത്തില്ല. അതുകൊണ്ട് ഈ റിലേഷനകത്ത് ഒരു എലിമെന്റ് പോലും ഇല്ല. Therefore, this relation is an empty relation. empty റിലേഷനകത്ത് ഡെഫിനിഷൻ എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു റിലേഷൻ ആർ empty റിലേഷൻ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് no element of capital A is related to any element of capital A. ക്യാപിറ്റൽ എയിലെ ഒരു എലമെന്റ് പോലും അതിലെ ഒരു എലമെന്റിനോടും റിലേറ്റഡ് ആകാൻ പാടില്ല. അങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ empty റിലേഷൻ എന്ന് വിളിക്കുന്നത്. If no element of capital A is related to any element of capital A, അത്തരം റിലേഷനെ എന്ത് വിളിക്കും? empty റിലേഷൻ. അടുത്ത് നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത് യൂണിവേഴ്സൽ റിലേഷൻ. രണ്ടാമത്തെ റിലേഷൻ യൂണിവേഴ്സൽ റിലേഷൻ. നേരത്തെ പറഞ്ഞിടത്തും തന്നെ തുടങ്ങാം. എയിൽ നിന്നും എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. നമുക്കറിയാം ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ എ ക്രോസ് എ എന്ന് പറയുന്ന സെറ്റ് എ ക്രോസ് എയുടെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. എ ക്രോസ് എയുടെ ഏതൊരു സബ്സെറ്റിനെയും നമുക്ക് റിലേഷൻ എന്ന് വിളിക്കാം. എ ക്രോസ് എയുടെ തന്നെ സബ്സെറ്റ് ആയതുകൊണ്ട് ഈ എ ക്രോസ് എയെ നമുക്കൊരു റിലേഷനായിട്ട് കണക്കാക്കാം. പക്ഷേ എ ക്രോസ് എയിൽ ആരൊക്കെയാണ് എലമെന്റ്സ് ആയിട്ടുള്ളത്? എയിൽ നിന്നും എയിലേക്ക് എഴുതാവുന്ന എല്ലാ ഓർഡേർഡ് പേഴ്സും മുഴുവൻ ഓർഡേർഡ് പേഴ്സും എ ക്രോസ് എയിലുണ്ട്. അപ്പം മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് എയിൽ നിന്ന് എയിലേക്ക് എഴുതാവുന്ന മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് ഇതിനകത്തുള്ളതുകൊണ്ട് എല്ലാ ഓർഡേർഡ് പേഴ്സും ഇതിനകത്ത് വരുന്നത് കൊണ്ട് ഈ റിലേഷൻ യൂണിവേഴ്സൽ റിലേഷൻ എന്നറിയപ്പെടും. എക്സാമ്പിൾ പറയാം. നേരത്തെ എടുത്ത സെറ്റ് തന്നെ എടുക്കാം. സെറ്റ് 1 2 3 4 5. നേരത്തെ എടുത്ത റിലേഷനകത്ത് ഒരു ചെറിയ വ്യത്യാസം വരുത്തി പറയാം. ക്യാപിറ്റൽ ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷന്റെ അർത്ഥം എന്താ? ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ ഓർഡേർഡ് പെയർ എ ബി ഈ റിലേഷനിൽ വരണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഏതെങ്കിലും രണ്ട് എലമെന്റ്സിനെ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതണമെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് ആ ഡിഫറൻസിന്റെ മോഡുലസ് പോസിറ്റീവ് ആയിരിക്കണം. 0യോ അതിൽ കൂടുതലോ ആവാം. ഏത് രണ്ട് എലമെന്റ്സും എടുത്ത് നോക്കിക്കോ. 1ഉം 1ഉം കൂടിയുള്ള ഡിഫറൻസ് 0, 1ഉം 2ഉം കൂടിയുള്ളത് 1. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഏത് രണ്ട് എലമെന്റ്സ് എടുത്ത് നോക്കിയാലും അതിന്റെ ഡിഫറൻസ് 0യെക്കാട്ടിലും കൂടുതലായിരിക്കും. മോഡുലസ് എടുത്തിരിക്കുന്നത് പോസിറ്റീവുമായിരിക്കും. നമ്മളെല്ലാം പറയുന്നത് ഈ റിലേഷനകത്ത് ഈ ക്യാപിറ്റൽ എയിലെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് അതിന്റെ ഡിഫറൻസിന്റെ മോഡുലസ് എടുത്താലും ആ ഡിഫറൻസിന്റെ മോഡുലസ് പോസിറ്റീവ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് എയിലെ എല്ലാ എലമെന്റും ഓരോരോ എലമെന്റ് ആയിട്ട് എടുത്താലും അത് ബാക്കി എല്ലാ എലമെന്റുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓർഡേർഡ് പേഴ്സും ഈ റിലേഷനകത്ത് വരും. അതുകൊണ്ട് ഈ റിലേഷനകത്ത് എയിൽ നിന്നും എയിലേക്ക് എഴുതാവുന്ന മുഴുവൻ ഓർഡേർഡ് പേഴ്സും വരുന്നതുകൊണ്ട് ഈ റിലേഷനെ നമുക്ക് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കും. നമ്മളിപ്പോൾ രണ്ട് റിലേഷൻസ് ആണ് പ്രധാനമായിട്ട് പഠിച്ചത്. ഒന്ന് empty റിലേഷൻ, രണ്ടാമത്തേത് യൂണിവേഴ്സൽ റിലേഷൻ. ഈ രണ്ട് റിലേഷനും ഒരു പ്രത്യേകതയുണ്ട്. എന്താ? എ ക്രോസ് എയുടെ നമുക്ക് എളുപ്പം പറയാവുന്ന രണ്ട് സബ്സെറ്റുകളാണ്. ഒന്ന് നൾ സെറ്റും ഒന്ന് എ ക്രോസ് എയും.
അപ്പോൾ അങ്ങനെ എടുക്കുന്ന എപ്പോഴും പറയുന്ന രണ്ട് സബ്സെറ്റുകളാണ്, രണ്ട് റിലേഷൻസ് ആയിട്ട് നമ്മളിവിടെ പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴും പറയാൻ പറ്റുന്ന രണ്ട് റിലേഷൻസ് ആയതുകൊണ്ട് ഈ യൂണിവേഴ്സൽ റിലേഷനെയും നേരത്തെ പറഞ്ഞ എംപ്റ്റി റിലേഷനെയും കൂടെ രണ്ടിനെയും കൂടെ ചേർത്ത് ഒരു പേര് പറയും. എംപ്റ്റി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും കൂടെ ചേർത്ത് ഒരു പേര് പറയും ട്രിവിയൽ റിലേഷൻസ്. ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് ട്രിവിയൽ റിലേഷൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ റിലേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞില്ലായിരുന്നു. യൂണിവേഴ്സൽ റിലേഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ relation capital R is said to be a universal relation if each element of capital A is related to every element of capital A. എയിലെ ഓരോ എലമെന്റും അതിലെ എല്ലാ എലമെന്റിനോടും റിലേറ്റഡ് ആയിരിക്കും. ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. അങ്ങനെയാണെങ്കിലാണ് ആ റിലേഷനെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കുന്നത്. എംപ്റ്റി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും കൂടെ പൊതുവായിട്ട് നമുക്ക് ട്രിവിയൽ റിലേഷൻസ് എന്നും വിളിക്കാം. നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് റിഫ്ലെക്സീവ് റിലേഷൻ. ഒരു എക്സാമ്പിൾ ഇട്ട് റിഫ്ലെക്സീവ് റിലേഷൻ പറയാം. ആരെന്ന് പറയുന്ന ഒരു റിലേഷൻ ക്യാപിറ്റൽ എയിൽ നിന്നും ക്യാപിറ്റൽ എയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കും. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ R is equal to set ordered pair AB such that A divides B. ഇങ്ങനെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ നമുക്ക് എടുക്കാം. ക്യാപിറ്റൽ എ is equal to സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ക്യാപിറ്റൽ എ 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ഈ സെറ്റിൽ നിന്നും അതിലേക്ക് തന്നെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻ അനുസരിച്ച് ഓർഡേർഡ് പെയർ എ ബി റിലേഷനിൽ വരണമെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എ ഡിവൈഡ്സ് സെക്കൻഡ് എലമെന്റ് ബി. ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റിനെ ഡിവൈഡ് ചെയ്യണം. ഈ റിലേഷൻ അനുസരിച്ച് ആരൊക്കെ ഈ റിലേഷനകത്ത് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എലമെന്റ് ഇപ്പോൾ 1 എടുത്തു. 1 ആരെയൊക്കെ ഡിവൈഡ് ചെയ്യും? 1 1നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 1 എഴുതാം. 1 2നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 2 എഴുതാം. 1 3നെയും ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് ഓൾറെഡി പെയർ 1 3യും റിലേഷനകത്ത് വരും. ഇനി അടുത്ത എലമെന്റ് എടുത്തു 2 ആരെയൊക്കെ ഡിവൈഡ് ചെയ്യും? 2 1നെ ഡിവൈഡ് ചെയ്യുമോ? 2 1നെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 1/2 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കണം. 1/2 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയല്ല, നമുക്കറിയാം 0.5 ആണ്. അപ്പോൾ 2 ആരെ ഡിവൈഡ് ചെയ്യില്ല? 2 1നെ ഡിവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് 2 1 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അടുത്തത് 2 2നെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഓർഡേർഡ് പെയർ 2 2 എഴുതാം. അടുത്ത 2 3നെ ഡിവൈഡ് ചെയ്യുമോ? ഇല്ല. അടുത്ത എലമെന്റ് 3 എടുത്തു. 3 1നെ ഡിവൈഡ് ചെയ്യുമോ? ഇല്ല. 3 2നെ ഡിവൈഡ് ചെയ്യുമോ? ഇല്ല. 3 പിന്നെ ആരെ ഡിവൈഡ് ചെയ്യും? 3 3നെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് എ ഡിവൈഡ്സ് ബി എന്ന് പറയുന്ന ഈ റിലേഷൻ അനുസരിച്ച് ഈ റിലേഷനകത്ത് ആരൊക്കെ വരും? ഓർഡേർഡ് പെയർ 1 1, ഓർഡേർഡ് പെയർ 1 2, ഓർഡേർഡ് പെയർ 1 3, അതുപോലെ ഓർഡേർഡ് പെയർ 2 2, പിന്നെ ഓർഡേർഡ് പെയർ 3 3. ഇത്രയും എലമെന്റ്സ് ഈ റിലേഷനകത്ത് വരത്തുള്ളൂ. ഈ റിലേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നോക്കിക്കേ, ഇതിനകത്ത് 1 എടുത്ത ഫസ്റ്റ് എലമെന്റ് ക്യാപിറ്റൽ എയിലെ ഫസ്റ്റ്. അപ്പോൾ ഈ റിലേഷനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. നോക്കി, 1 എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ് എടുത്തപ്പോൾ 1 1നെ തന്നെ റിലേറ്റഡ് ആണ്. 2 എന്ന് പറയുന്ന സെക്കൻഡ് എലമെന്റ് എടുക്കുമ്പോൾ 2 2നോട് റിലേറ്റഡ് ആണ്. 3 എന്ന് പറയുന്ന തേർഡ് എലമെന്റ് എടുക്കുമ്പോൾ 3 3നോട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ 3 എലമെന്റ്സ് നമ്മൾ ക്യാപിറ്റൽ എയിൽ എടുത്തിട്ടുള്ളൂ. 1 എടുത്തപ്പോൾ 1 1നോട് റിലേറ്റഡ് ആണ്. 2 എടുക്കുമ്പോൾ 2 2നോട് റിലേറ്റഡ് ആണ്. 3 എടുക്കുമ്പോൾ 3 3നോട് റിലേറ്റഡ് ആണ്. അതായത് ഒരു എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആ എലമെന്റ് അതിനെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരു എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. 1 റിലേറ്റഡ് ടു 1 ആണ്. 2 റിലേറ്റഡ് ടു 2 ഉണ്ട് ഇതിനകത്ത്. അതുപോലെ 3 റിലേറ്റഡ് ടു 3യും ഉണ്ട്. 3 എലമെന്റ്സ് എടുക്കുമ്പോഴും 3 പേരും അവരവരെ തന്നെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ഈ റിലേഷനകത്ത്. അങ്ങനെ ക്യാപിറ്റൽ എയിലെ എല്ലാ എലമെന്റിനും ഇതുപോലെ ഒരു എലമെന്റ് അതിനെ തന്നെ റിഫ്ലക്ട് ചെയ്യുവാണെങ്കിൽ അത്തരം റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സീവ് റിലേഷൻ.
അപ്പോൾ നമ്മുടെ റിഫ്ലെക്സീവ് റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്താ പറയണ്ടേ, ഒരു എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്മോൾ എന്ന് പറയുന്ന ഒരു എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലിമെന്റ് അതിനെ തന്നെ റിഫ്ലക്ട് ചെയ്യണം. അതായത് ഓർഡേർഡ് പെയർ എ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷനിൽ വന്നാൽ നമുക്ക് പറയാം ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഇങ്ങനെ എല്ലാ എകൾക്കും വരണം. ഫോർ എവരി എ എലമെന്റ് ക്യാപിറ്റൽ എ, നമ്മൾ ഏത് സെറ്റിൽ നിന്നാണോ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിലെ എല്ലാ എലമെന്റിനും ഇങ്ങനെ പറയാൻ പറ്റണം. ഓരോ എലമെന്റും എടുത്ത് നോക്കുമ്പോൾ ആ എലമെന്റ് അതിനെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് ഉള്ള ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് ആ റിലേഷനകത്ത് എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതാൻ പറ്റിയാൽ ആ റിലേഷനെ നമുക്ക് വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സീവ് റിലേഷൻ. നമ്മുടെ അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് റിലേഷനാണ്. ഇപ്പോൾ പറഞ്ഞത് റിഫ്ലെക്സീവ് റിലേഷനാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ ഞാൻ ഇവിടെ ഒരു റിലേഷൻ എഴുതാം. റിലേഷൻ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1 1 2 3 1 3 മൂന്ന് എലമെന്റ്സ് ഉള്ള ഒരു റിലേഷൻ നമ്മൾ ഇവിടെ എഴുതി. ഇതിനകത്ത് 1 1 1 1നോട് റിലേറ്റഡ് ആണ്, 2 3 2 3നോട് റിലേറ്റഡ് ആണ്, 1 3 1 3നോട് റിലേറ്റഡ്. ഇങ്ങനെയാണ് ഇപ്പോൾ റിലേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ റിലേഷൻ സിമെട്രിക് റിലേഷൻ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡിഫറെന്റ് എലമെന്റ്സ് ഉള്ള ഓർഡേർഡ് പെയർസ് ആണ് എടുക്കേണ്ടത്. സെയിം എലമെന്റ്സ് ഉള്ളതല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഓർഡേർഡ് പെയർസ് നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരെണ്ണം 2 3 ഉണ്ട്. 2 3 ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയും 2 ഈസ് റിലേറ്റഡ് ടു 3. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓർഡേർഡ് പെയർ നമ്മൾ എടുത്തു. ഇതിനെ ഓർഡർ തിരിച്ച് മീൻസ് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് ആയിട്ടും സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റ് ആയിട്ടും വരത്തക്ക രീതിയിൽ ഇവരുടെ ഓർഡർ തിരിച്ചെഴുതുമ്പോൾ നമുക്ക് ആരെയാണ് കിട്ടുന്നത്? 2 3 എന്നുള്ളതിന് പകരം 2 3 എന്നുള്ളതിന്റെ തിരിച്ചെഴുതുന്ന ഓർഡേർഡ് പെയർ 3 2 എന്ന് കിട്ടും. ഈ 3 2 എന്നുള്ള ഓർഡേർഡ് പെയർ ഈ റിലേഷനിൽ വരുവാണെങ്കിൽ നമുക്ക് ഇതിനെ സിമെട്രിക് ആക്കാം. ഇതിപ്പോ സിമെട്രിക് അല്ല, നമുക്ക് സിമെട്രിക് റിലേഷൻ പറയണമെങ്കിൽ നമ്മൾ ഡിഫറെന്റ് എലമെന്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ എടുക്കുക. ആ ഓർഡേർഡ് പെയറിന്റെ തിരിച്ചുള്ള ഓർഡേർഡ് പെയറും അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷനെ സിമെട്രിക് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഈ റിലേഷൻ സിമെട്രിക് ആക്കണമെങ്കിൽ ആര് വരണം? ഒന്ന് 3 2 വരണം. അടുത്തത് ഡിഫറെന്റ് എലമെന്റ്സ് ഉള്ള ഒരു ഓർഡേർഡ് പെയറും കൂടി ഉണ്ട്. ഇവിടെ 1 3 ഉണ്ട്. 1 3 എലമെന്റ് ആറാണ് ഈ റിലേഷനുണ്ട്. അതായത് 1 ഈസ് റിലേറ്റഡ് ടു 3 ആണ്. നമുക്ക് തിരിച്ച് 3 ഈസ് റിലേറ്റഡ് ടു 1 എന്നും കൂടി വരണം. അതായത് ഓർഡേർഡ് പെയർ 3 1 എലമെന്റ് ആണെങ്കിൽ അതും കൂടി ഉണ്ടാവണം. ഡിഫറെന്റ് എലമെന്റ്സിന്റെ എത്ര ഓർഡേർഡ് പെയർസ് ഉണ്ടോ അത്രയും ഓർഡേർഡ് പെയർസും തിരിച്ചെഴുതുന്ന ഓർഡേർഡ് പെയറും ഈ റിലേഷനിൽ വന്നാൽ മാത്രമേ ഈ റിലേഷൻ സിമെട്രിക് റിലേഷൻ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എഴുതിയ റിലേഷൻ സിമെട്രിക് അല്ല, നമ്മൾ ഇനി അതിനെ സിമെട്രിക് ആക്കാൻ പോവാണ്. സിമെട്രിക് ആക്കണമെങ്കിൽ നമ്മൾ എഴുതിയ എലമെന്റ്സ് എല്ലാം ആദ്യം എഴുതുവാണ് 1 1 2 3 1 3. നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനെ സിമെട്രിക് ആക്കാൻ ഡിഫറെന്റ് എലമെന്റ്സ് ഉള്ളതിന്റെ തിരിച്ചുള്ള ഓർഡേർഡ് പെയർ കൂടെ എഴുതുക. 2 3 ഉണ്ടെങ്കിൽ ആരും ഉണ്ടാവണം? 3 2 ഉണ്ടാവണം. 1 3 ഉണ്ടെങ്കിൽ ആരും ഉണ്ടാവണം? 3 1 ഉണ്ടാവണം. ഇപ്പോൾ ഈ റിലേഷൻ നമുക്ക് സിമെട്രിക് ആയി. സെയിം എലമെന്റ്സ് ഉള്ള ആള് തിരിച്ചുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഡിഫറെന്റ് എലമെന്റ്സ് ഉള്ള ഓർഡേർഡ് പെയർസ് മാത്രം അവരുടെ തിരിച്ചുള്ള ഓർഡേർഡ് പെയറും അതിനകത്ത് ഉണ്ടെങ്കിൽ അത്തരം റിലേഷനെ നമുക്ക് സിമെട്രിക് റിലേഷൻ. അപ്പോൾ ഈ റിലേഷൻ ഇപ്പോൾ സിമെട്രിക് ആയി. സിമെട്രിക് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ പറയുന്നത്? നമ്മുടെ ഡെഫിനിഷൻ ആയിട്ട് കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ആർ ആണെങ്കിൽ നമുക്ക് ആരും ഉണ്ടായിരിക്കണം? ഓർഡേർഡ് പെയർ പി എ എലമെന്റ് ആർ എന്നും കൂടി ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും ഒന്നിച്ച് വരുവാണെങ്കിൽ ഈ റിലേഷനെ നമുക്ക് എന്ത് റിലേഷൻ എന്ന് വിളിക്കാം? സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കാം.